അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പറയുന്ന ഓരോ വാക്കുകളും നാം ചെലവഴിക്കുന്ന ഓരോ സമയവും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. എല്ലാ ദുരിതങ്ങളെ തൊട്ടും ദുരന്തങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ വിപത്തുകളെ തൊട്ടും നമ്മളെയും നമ്മളെല്ലാവരെയും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഇരുലോകത്തും വിജയം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. അഥവാ പഴയ കാലത്തും പുതിയ കാലത്തുമുള്ള ജീവിതങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് ഉണ്ടായിരുന്ന ചില സ്വഭാവങ്ങൾ ഇന്നത്തെ പുതിയ ഒരു സമൂഹത്തിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങൾ അതിൻ്റെ മേലിൽ നമ്മളൊക്കെ അല്ലെങ്കിൽ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലജ്ജ ഇന്ന് വളരെയേറെ ഇല്ലാതായിരിക്കുകയാണ്. ലജ്ജ ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്, നീ തോന്നിയ പോലെ ജീവിച്ചോ എന്നാണ്. ഇതാലം നീ ലജ്ജയില്ലെങ്കിൽ ഫസ്നമാഷിയത്ത, നിനക്ക് ഇഷ്ടമുള്ള നീ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ എന്തു ചെയ്യുന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഹാക്കിം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽ ഹയാഉ വൽ ഈമാനു ഖുറനാഉ ജമീഅ ഫൈദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖർ. അഥവാ ലജ്ജയും വിശ്വാസവും അത് തമ്മിൽ വളരെയേറെ കൂട്ടുകെട്ടാണ്. ലജ്ജയും ഈമാനും എന്ന് പറയുന്നത് വലിയ ബന്ധമാണ്, വലിയ കൂട്ടുകെട്ടാണ്. ഫൈദാ റുഫിയ അഹദുഹുമാ, രണ്ടിൽ ഒന്ന് ഉയർത്തപ്പെട്ടാൽ റുഫിയൽ ആഖറു, മറ്റുള്ളതും ഉയർത്തപ്പെടും. ഈമാനില്ലേ ലജ്ജ ഉണ്ടാവില്ല, ലജ്ജല്ലേ ഈമാൻ ഉണ്ടാവില്ല. അപ്പോൾ ഈമാൻ എന്നുള്ളത് അതിനോടൊപ്പം ഉണ്ടാകേണ്ട ഒരു സ്വഭാവമായിരിക്കും ലജ്ജ. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ എന്നൊരു ഹദീസിൽ കാണാം. ലജ്ജ ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. പുതിയ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യാനും മനുഷ്യന് മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ മനുഷ്യരില്ലെന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ മനുഷ്യരാണ് വലിയ വിദ്യാസമ്പന്നരെന്നു മാത്രമല്ല, വലിയ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളുടെയുമൊക്കെ മേന്മ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ധാർമ്മികമായി മനുഷ്യൻ വളരെയേറെ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊരു വഴി എന്താണ്? ഈമാനികമായ ആ ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് പൊതുയിടങ്ങളിൽ മാത്രമല്ല, സ്വകാര്യ ജീവിതത്തിൽ വരെ അങ്ങനെ വേണം. മഹാന്മാരായ ആളുകൾ, നമുക്കൊന്നും പറയാൻ ഭയമാണതൊക്കെ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അവർ തെറ്റ് ചെയ്യാൻ എന്ന് മാത്രമല്ല, തെറ്റിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും ലജ്ജയായിരുന്നു. കാരണം 2 മലക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. 2 മലക്കുകൾ അവർ നമ്മൾ പറയുന്ന നന്മ തിന്മകളെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം അവരുണ്ട്. മാത്രമല്ല, അള്ളാഹു നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്.
അള്ളാഹുവിൻ്റെ നിരീക്ഷണം നിങ്ങളുടെ മേലിലുണ്ട്. അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എപ്പോഴും ലജ്ജിക്കണം, അല്ലെങ്കിൽ മുഅ്മിൻ എപ്പോഴും ലജ്ജിക്കണം എന്നുള്ളത് തന്നെയാണ്. പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം പറഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു ലജ്ജ, പുതുനാരികളുടെ ലജ്ജ എങ്ങനെയായിരിക്കും അതുപോലെയാണ്. പറയുന്നത് വളരെ അത്യാവശ്യത്തിന് മാത്രം. ചിരിക്കുമ്പോൾ അതും അങ്ങനെ തന്നെയാണ്. ഈ ഒരു രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ലജ്ജയില്ലാത്തൊരു സമൂഹം കാലഘട്ടത്തിന് ശാപമാണ്, വളരെയേറെ വിഷമകരമാണ്. അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.